2026 മെയ് 25 ലാസ് വെഗാസിലെ MGM ഗ്രാൻഡ് ഗാർഡിയൻ അരീനയിൽ വെച്ച് 52ാമത് അമേരിക്കൻ മ്യൂസിക് അവാർഡ്സ് നടക്കുന്നു. ഈ വർഷത്തെ AMAസിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 3 വിഭാഗങ്ങളായ ആർട്ടിസ്റ്റ് ഓഫ് ദി ഇയർ, സോങ് ഓഫ് ദി സമ്മർ, ബെസ്റ്റ് മെയിൽ K-pop ആർട്ടിസ്റ്റ് എന്നീ 3 വിഭാഗങ്ങളിലും BTS 100% വിജയം കരസ്ഥമാക്കുന്നു. അങ്ങനെ വെറുതെ അങ്ങ് ജയിച്ചതല്ല. ടൈലർ സ്വിഫ്റ്റ്, ബ്രൂണോ മാർസ്, ജസ്റ്റിൻ ബീബർ, സബ്രീന കാർപെൻറ്റർ തുടങ്ങിയ പ്രമുഖരെ പിന്തള്ളിയാണ് BTS ഈ വർഷത്തെ ആർട്ടിസ്റ്റ് ഓഫ് ദി ഇയർ ആയത്. ഇങ്ങനെ 2ാം തവണയാണ് ആർട്ടിസ്റ്റ് ഓഫ് ദി ഇയർ BTSന് കിട്ടുന്നത്. BTSന്റെ കംബാക്ക് ആൽബമായ ആര്യരാങ്കിലെ സ്വിം എന്ന സോങ്ങിനാണ് സോങ് ഓഫ് ദി സമ്മർ പുരസ്കാരം ലഭിച്ചത്. ആൻഡ് ദ ബെസ്റ്റ് മെയിൽ K-pop ആർട്ടിസ്റ്റ് എന്ന പുരസ്കാരവും BTS തന്നെ തൂക്കി. അവാർഡുകൾ വാരിക്കൂട്ടിയത് മാത്രമല്ല, ഈ വർഷത്തെ അവാർഡ് ചടങ്ങിന്റെ തുടക്കത്തിൽ ഹൂളിഗാന്റെ ഒരു തകർപ്പൻ പ്രകടനം കൂടി കാഴ്ചവെച്ചു. അവാർഡ് ഷോയ്ക്ക് തൊട്ട് തലേദിവസം ലാസ് വെഗാസിലെ അലീജിയൻ സ്റ്റേഡിയത്തിൽ നടന്ന കൺസേർട്ടിനിടെ പ്രീ റെക്കോർഡ് ചെയ്തതായിരുന്നു ഈ പ്രകടനം. സത്യം പറഞ്ഞ വേദിയിൽ അവാർഡ് പ്രഖ്യാപിക്കാൻ വന്ന ബ്ലിങ് പ്രിൻസ് B എന്ന് പറഞ്ഞത് മാത്രമേ കേട്ടുള്ളൂ. പിന്നെ ഒരു ആരവായിരുന്നു. ആ സ്ക്രീമിങ്ങില് ബാക്കി ലെറ്റേഴ്സായ Tയും Sഉം എയറിലായി. പിന്നെ ഒന്നും കേട്ടില്ല. ഇനി പുള്ളി ബാക്കി ലെറ്റേഴ്സ് പറഞ്ഞില്ലേ ആവോ. American Music Awards goes to ആർട്ടിസ്റ്റ് ഓഫ് ദി ഇയർ സ്വീകരിച്ചുകൊണ്ട് ലീഡർ RM സംസാരിക്കുകയുണ്ടായി. എല്ലാവരുടെയും മിലിറ്ററി സർവീസിന് ശേഷം വീണ്ടും ഇത്രയും വിലപ്പെട്ട ഒരു അവാർഡ് ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും കഴിഞ്ഞ 13 വർഷമായി തങ്ങളെ ഒപ്പം നിന്ന് പിന്തുണയ്ക്കുന്ന ആർമികളോടാണ് ഇതിന് നന്ദി പറയേണ്ടതെന്നും RM വേദിയിൽ വെച്ച് പറയുകയുണ്ടായി. ക്യൂൻ ലത്തീഫ ഹോസ്റ്റ് ചെയ്ത ഈ അവാർഡ് നൈറ്റിന് ശേഷം BTSന്റെ പുതിയ ആൽബമായ ആര്യരാങ്ക് റിലീസിന്റെ ഭാഗമായി 34 നഗരങ്ങളിലായി 82 ഷോകൾ ഉൾപ്പെടുന്ന ഒരു വലിയ വേൾഡ് ടൂറിന്റെ പ്ലാനാണ് BTSന് നിലവിലുള്ളത്. മിലിറ്ററി സർവീസിനും ഒരു നീണ്ട ബ്രേക്കിനും ശേഷം നമ്മുടെ പിള്ളേര് തിരിച്ചു വന്നത് വെറുതെ കയ്യും വീശിയല്ല, അങ്ങ് ആഗോള മ്യൂസിക് ഇൻഡസ്ട്രിയുടെ സകല റെക്കോർഡ്സും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ്. റെക്കോർഡ് ബുക്കുകളൊക്കെ ഇനി ഒന്നുകൂടി തിരുത്തി എഴുതേണ്ടി വരും. ബിൽബോർഡും അവാർഡ് വേദികളും ഒക്കെ കണ്ട് കണ്ണു തള്ളി നിൽക്കുന്ന ഹേറ്റേഴ്സിനോട് നമുക്കിപ്പോൾ ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. ഇത് വെറും തുടക്കം മാത്രമാണ്. ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന 82 വേൾഡ് ടൂറുകളുടെ പൂരപ്പൊലിച്ചിൽ കാണാൻ കിടക്കുന്നതേയുള്ളൂ.